സംബന്ധിച്ചിടത്തോളം ആത്മാവ് പാപത്തിൻ്റെ സ്പർശനത്തിന് വിധേയമായ ശേഷം മാമോദീസ വഴി ദൈവം ശുദ്ധീകരിച്ച് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കന്യകാമറിയത്തിൻ്റെ കാര്യത്തിൽ ആത്മാവിനെ പാപത്തിൻ്റെ സ്പർശമേൽക്കാതെ ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ രക്ഷകൻ മുൻകൂട്ടി രക്ഷിച്ച് വിശുദ്ധീകരിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് യെരമ്യാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു. ദൈവവചനം പറയാനായി തിരഞ്ഞെടുത്ത പ്രവാചകനെ ദൈവം ഇപ്രകാരം മുൻകൂട്ടി വിശുദ്ധീകരിച്ചെങ്കിൽ വചനത്തിന് മാതാവാകാനുള്ള മറിയത്തിൻ്റെ ആത്മാവും ശരീരവും കളങ്കിതമാകാതെ സർവേശ്വരൻ എത്രയധികമായി വിശുദ്ധീകരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, പാപക്കറയേശാതെ ജനിച്ച പരിശുദ്ധ അമ്മേ, പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കാതെ വാശി, വൈരാഗ്യം, വെറുപ്പ്, കുറ്റം വിധിക്കൽ, പിണക്കം മുതലായ പൈശാചിക ബന്ധനങ്ങളിൽ അകപ്പെട്ട് ശത്രുതയിൽ കഴിഞ്ഞുകൂടുന്ന എല്ലാവർക്കും അങ്ങയുടെ ദിവ്യാരൂപിയെ സമൃദ്ധമായി വർഷിച്ച് പശ്ചാത്താപത്തിൻ്റെയും മനസ്സാന്തരത്തിൻ്റെയും വരം നൽകി അവർ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നതിനു വേണ്ടി പരിശുദ്ധ അമ്മേ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.